യു.ഡി.എഫിന് പിന്തുണ പ്രഖ്യാപിച്ച് ശിവസേന. കൊല്ലം ജില്ലയിലെ 11 മണ്ഡലങ്ങളിലും ശിവസേന പ്രവർത്തകർ യു.ഡി.എഫിനെ പിന്തുണയ്ക്കുമെന്ന് നേതാക്കൾ കൊല്ലത്ത് അറിയിച്ചു. ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന ശിവസേനയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി യു.ഡി.എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു. 11 നിയോജക മണ്ഡലത്തിലും യു.ഡി.എഫിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് ഭാരവാഹികൾ കൊല്ലത്ത് അറിയിച്ചു. ശിവസേന കൊല്ലം ജില്ലാ UBT വിഭാഗം ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ല 11 നിയോജകമണ്ഡലത്തിലും കോൺഗ്രസിനും UDF-ന് പിന്തുണ അർപ്പിച്ച് പ്രവർത്തിക്കാൻ സംസ്ഥാന ഘടകത്തിലെ നിർദ്ദേശപ്രകാരം കൊല്ലം ജില്ലാ കമ്മിറ്റി ആ പ്രഖ്യാപനം ഇവിടെ നമ്മൾ നടത്തിയാണ്. തീർച്ചയായിട്ടും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉടനീളം നടക്കുന്ന ഈ ആചാര ലംഘനം, കൊല്ലം ജില്ലയിൽ വിവിധ മണ്ഡലങ്ങളിലുള്ള അനാസ്ഥ, മറ്റ് കാര്യങ്ങൾ കൂടാതെ ആശാവർക്കർമാരുള്ള ആനുകൂല്യം, പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൻ്റെ അനാസ്ഥ, നെടുങ്കോലം ഗവൺമെൻറ് ആശുപത്രി എല്ലാം നശിച്ച് നാമാവശേഷമാവുന്ന സാഹചര്യം, കൂടാതെ തന്നെ ചെറക്കര ഉളിനാട് സ്കൂളുകൾക്ക് +2 അനുവദിക്കാതിരിക്കുകയും ചാത്തന്നൂർ നിയോജകമണ്ഡലത്തിൽ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് വേണ്ടി 69 ലക്ഷം രൂപ ചെലവാക്കിയിട്ടും നാളിതുവരെ ഒരു തീരുമാനമായില്ല. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇതിനെല്ലാം സഹകരിച്ച് മുന്നോട്ട് വരും കാലയളവിൽ ഈ വരുന്ന നിയമസഭയിൽ കോൺഗ്രസ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ശിവസേനയുടെ തീരുമാനം അംഗീകരിക്കാൻ അവർ ഉൾക്കൊണ്ട് ഈ സമൂഹത്തിനു വേണ്ടി ശിവസേനയ്ക്കൊപ്പം ഉണ്ടാവും. കൊല്ലം ജില്ലാ പ്രസിഡന്റ് വിനോദ് ചാത്തന്നൂർ, രാഷ്ട്രീയ സമിതി ചെയർമാൻ ശിവദാസൻ, സെക്രട്ടറി സിന്തൻ കല്ലുംപുറം, വൈസ് പ്രസിഡന്റ് അനിൽ ആലയം, ജോയിന്റ് സെക്രട്ടറി ദിലീപ് ലാൽ, വനിതാ സേന ജില്ലാ പ്രസിഡന്റ് രതി എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്ത് ആചാര ലംഘനം നടക്കുകയാണെന്നും വിവിധ മേഖലകളിൽ അഴിമതി നടക്കുകയാണെന്നും ശിവസേന ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.